എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അലോവേരയാണ് യൂസ് ചെയ്യണത്. അലോവേര ജെല്ല് പോരാ, അലോവേര തന്നെ വേണം. എങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് മുടിയിലേക്ക് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു വലിയ അലോവേര വേണമെന്നില്ല, ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് മതി. കാരണം എൻ്റെ ഒരു മുടിക്ക് തന്നെ ഇത്രയും ഒരു ചെറിയ പീസ് തന്നെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും എടുക്കണ്ട, ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു വശം മാത്രം, ഒരു തൊലി മാത്രം ഒന്ന് പീൽ ഓഫ് ചെയ്ത് കളയണം. ആ ഒരെണ്ണം മാത്രം കളഞ്ഞാൽ മതി. എന്നിട്ട് ഇത് നമ്മൾ കത്തി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ജെല്ല് കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ആ ഒരു ജെല്ല് ഇറങ്ങി ചെന്നോളും. അപ്പോൾ അലോവേര, നമ്മൾ ഒറിജിനൽ അലോവേര വീട്ടിലുണ്ടെങ്കിൽ അതാണ് നല്ലത്. മുടിയിലേക്ക് ശരിക്കും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഈ മുടിയൊക്കെ നന്നായിട്ട് വളരാനും എല്ലാത്തിനും നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മളിത് സ്കാൽപ്പിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ തല കുളിച്ച് കളയേണ്ട ആവശ്യമില്ല. അത് തലയിൽ ഇരുന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പം ഞാൻ ഇന്നലത്തെ ചെയ്ത പോലെ അതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളത് ഹെയർ വാഷ് ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓണിയൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് മുടിക്കുണ്ടാകും. പക്ഷേ ഇതിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് ഇത് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ കിടക്കണേക്ക് മുന്നേ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരയുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കാൽപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും അത് ചെല്ലില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ ഇതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയേണ്ടതായിട്ട് വരും. ഇതാവുമ്പോൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അത് ഉണങ്ങിക്കോളും. അപ്പം അതുകൊണ്ട് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ് മുടിക്ക് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം കുറച്ച് നേരം നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകും. അപ്പോൾ ഇതുപോലെ പതിയെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും അതിൽ നിന്ന് ജെല്ല് വരും. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള എല്ലായിടത്തേക്കും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ തൊട്ട് ഹെയർ വാഷ് ചെയ്യണ്ട. അപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അത് ഉണങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഈ ഹെയർ ലോസ്, അതുപോലെ തന്നെ നെറ്റി കയറുക, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനുള്ള ഒരു പരിഹാരം തന്നെയാണ് ഈ അലോവേര യൂസ് ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് ഫേസിലും അലോവേര അപ്ലൈ ചെയ്യാം. പക്ഷെ ഒത്തിരി ഫേഷ്യൽ ഹെയർ ഉള്ളവരാണെങ്കിൽ, മുഖത്ത് ഒരുപാട് രോമം, അങ്ങനെ രോമ വളർച്ച ഉള്ളവരാണെങ്കിൽ ഈ അലോവേര ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അധികമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ചിലവർക്ക് കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ഒത്തിരി ഫേഷ്യൽ ഹെയർ ഉള്ളവർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം എടുത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, കാരണം ഒറ്റ തവണ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് മുടി തന്നെ ഇരുന്നോളും. പിന്നെ ഹെയർ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് വേറെ മുടിക്ക് അങ്ങനെ ഡാമേജും കാര്യങ്ങളും അങ്ങനെ ഒന്നും തന്നെ വരില്ല, നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട്. ഇതിപ്പോൾ ആർക്കാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ, കുട്ടികൾക്കാണെങ്കിലും ഇത് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ.
പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നീരിറങ്ങുമോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാകാം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീരിറങ്ങുക അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. 2-3 ദിവസം ഇനി ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. മുടിയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ രാത്രി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അതാകുമ്പോൾ മുടിയിൽ നന്നായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മോർണിംഗ് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷേ ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒത്തിരി നല്ലതാണ് നമ്മൾ കറ്റാർവാഴ മുടിയിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയുന്നതാണ് കറ്റാർവാഴ ഉപയോഗിക്കാനായിട്ട്. കാരണം അത്രയ്ക്കും നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിലും മാറാനും ഒക്കെ ഇതിനത് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയണത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു കറ്റാർവാഴ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.